ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചട്ടി ബിരിയാണിയാണ്. ചട്ടി ബിരിയാണി നമുക്കൊക്കെ അറിയാവുന്നതാണ്. ചിക്കനിലും അതേപോലെ മട്ടനിലും ബീഫിലും ഫിഷിലും ഒക്കെ ചട്ടി ബിരിയാണി തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ഹൈദരാബാദി ബിരിയാണി ആണ് ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ചെറിയ ഒരു അളവിലുള്ള ഹൈദരാബാദിയുടെ ഒരു വീഡിയോയും അതേപോലെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഹൈദരാബാദി ബിരിയാണി ചെറിയ അളവിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും അതേപോലെ അതിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചട്ടി ബിരിയാണിയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ സാധാരണ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് നമ്മൾ 65 കട്ട് ചെയ്യുന്നു അതേ രീതിയിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ഓണിയൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഉള്ള ഉള്ളി പൊരിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കിലോയിലേക്ക് ഞാൻ 1 കിലോ ഉള്ളിയാണ് പൊരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത് ഹൈദരാബാദി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. നമുക്ക് സാധാരണ നാട്ടിലുണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഈ ബിരിയാണി ചട്ടി ബിരിയാണിക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പൂവ്, അതേപോലെ പട്ട, ബേ ലീഫ് ഇതെല്ലാം പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതേപോലെ ഗരം മസാല, ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നാക്കി കുഴച്ചെടുക്കാം. നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദി ബിരിയാണിയുടെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിനി ഞാൻ മല്ലിയിലയും പുതിനയും ചേർത്തിട്ടുണ്ട്. അതേപോലെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, സാൾട്ട്, ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നന്നാക്കി നമ്മൾ കുറച്ച് ചൂടുള്ള ഓയിൽ ഇതിൽ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഇതിൽ തൈര് മിക്സ് ചെയ്ത് വീണ്ടും ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ചേർത്ത് നന്നാക്കി എറിഞ്ഞ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെമ്പിൽ നന്നായി അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നന്നാക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിൽ കുറച്ച് തൈര്, ഒരു 2 കിലോ ചിക്കന് ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ലിറ്റർ തൈരാണ്. അപ്പോൾ 1/2 ലിറ്റർ തൈര് ഇതിലേക്ക് ചേർത്ത് ഇതിൽ നന്നാക്കി കുഴച്ച് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് റൈസ്, ഇതിൽ ഞാനൊരു 2 കിലോ റൈസ് തന്നെയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ തൈര് ഇതിൽ ചേർത്തിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരാണ് ചേർത്തത്. അത് നന്നാക്കി കുഴച്ച് മിക്സാക്കി വെക്കാം. നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി വേണ്ടത് റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഞാനിതിൽ കുറച്ച് ഏലക്ക, അതേപോലെ 2 പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട്. അതേപോലെ ലെമൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പട്ട, പൂവ്, ബേ ലീഫ് ഇത്രയും ഇതിൽ ചേർത്ത് ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ഗീ അത് ചേർത്ത് നമുക്കിതിൽ ബോയിൽ ചെയ്തെടുക്കണം റൈസ്. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മസാലയിലേക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ നമുക്കൊരു ചട്ടി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ ഇതിൽ മല്ലി റൈസ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതിൽ കുറച്ച് പീസുകൾ എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ റൈസ് വെന്ത് വരുമ്പം ആ വെന്ത റൈസ് ഞാൻ ഈ ചട്ടിയിൽ ചേർത്തിട്ട് അതിലാവശ്യത്തിനുള്ള നെയ്യും വേണമെങ്കിൽ കുറച്ച് കളറും അതിൽ ചേർത്തിട്ട് നമുക്കിത് ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ നമുക്ക് ഇതിനാവശ്യമുള്ളത് ഗ്യാസിൽ ചട്ടി വെക്കുന്നത് വിഷമമാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചതിൽ നിന്ന് ഒരു 10-15 മിനിറ്റോളം നന്നാക്കി തിളപ്പിച്ചെടുത്താൽ ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല ദമ്മ് ബിരിയാണി ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഇന്നത്തെ ചട്ടി ബിരിയാണി. അപ്പോൾ ചട്ടി ബിരിയാണി അവിടെ റെഡി ആവുന്നുണ്ട്. ബാക്കിയുള്ള ഈ ഹൈദരാബാദി ബിരിയാണി കൂടി നമുക്ക് ഈ ചെമ്പിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു രീതിയിൽ 2 ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ചട്ടി ബിരിയാണി ആൻഡ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിലുള്ള ചട്ടി ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ചട്ടി ബിരിയാണി നമുക്ക് ഏത് സ്റ്റൈലിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇതാ നല്ലതുപോലെ നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചട്ടി ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടവർക്ക് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഇതേപോലെ
ബിരിയാണി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ബിരിയാണി ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതേപോലെ ഇതിന് ശേഷം ചട്ടിയിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇതേപോലെ ചൂടാക്കിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് സെർവ് ചെയ്യാൻ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം നമ്മൾ ആ വെള്ളത്തിൽ തിളച്ച പച്ച ചിക്കൻ ഇതിൽ വെന്ത്. ഇനി വെള്ളം വെക്കാതെ നമുക്കിത് കരിയിലും അടുപ്പത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഗ്യാസിലായതുകൊണ്ടാണ് ഇതേപോലെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.